ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ ലൈഫിന്റെ പർപ്പസ് എന്താണ് എന്നുള്ളൊരു കാര്യമാണ്. അതായത് നിങ്ങൾ ഈ ഒരു യൂണിവേഴ്സിലേക്ക് വന്നിട്ടുള്ളത് എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, എന്തിനു വേണ്ടിയാണ് നിങ്ങൾ ഇവിടെ ജനിച്ചിട്ടുള്ളത്, യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന ആ ഒരു ദൗത്യം എന്താണ് എന്നുള്ള ഒരു കാര്യമാണ് നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ 3 പൈൽസ് ആണ് വെച്ചിട്ടുള്ളത്. 1, 2, 3 എന്നിങ്ങനെ ഞാൻ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. നമ്പറുകൾ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിൽ ഏത് ഫ്ലവർ ആണ് ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ട് തോന്നുന്നത് ആ ഒരു ഫ്ലവർ സെലക്ട് ചെയ്തുകൊണ്ട് ആ ഒരു പൈലിന്റെ റീഡിങ് നോക്കാവുന്നതാണ്. ഇനി നിങ്ങൾ വീഡിയോ പോസ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഈ ഒരു ഫ്ലവർ സെലക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ എല്ലാ റീഡിങ്ങിലും നമ്മൾ പറയുന്ന പോലെ തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജനറൽലെസ് ആണ്. എപ്പോഴാണോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് ആ ഒരു സമയം മുതൽ നിങ്ങൾക്ക് ഇത് റെസിനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതിൽ വരുന്ന ക്ലോസ്, സിറ്റുവേഷൻസ്, എനർജീസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കുക. ഇനി റെസിനേറ്റ് ചെയ്യുന്നില്ല എങ്കിൽ വിട്ടേക്കുക. ഫോഴ്സ്ഫുള്ളി ആരും റെസിനേറ്റ് ചെയ്യാനായിട്ട് നിൽക്കരുത്. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. നല്ലൊരു റീഡിംഗ് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കുക. അപ്പം ഇതിനോടകം തന്നെ നിങ്ങൾ പയൽ സെലക്ട് ചെയ്തു എന്ന് ഞാൻ വിചാരിക്കുകയാണ്. നമ്മൾ ഫസ്റ്റ് പയൽ സെലക്ട് ചെയ്തവർക്ക് കൊണ്ടുള്ള റീഡിംഗ് ആണ് ഇവിടെ എടുക്കുന്നത്. നിങ്ങളുടെ ലൈഫിന്റെ പർപ്പസ് എന്താണ് എന്ന് നോക്കാം. ഫസ്റ്റ് പയൽ സെലക്ട് ചെയ്തവർക്ക് കൊണ്ടുള്ള റീഡിംഗ് ആണ്. നിങ്ങളുടെ ലൈഫിന്റെ പർപ്പസ് എന്താണ് എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കുന്നത്. എന്ത് കാര്യത്തിന് വേണ്ടിയാണ് യൂണിവേഴ്സ് നിങ്ങളെ ഈ ഒരു ലൈഫിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് എന്നതാണ്. നമുക്കിവിടെ ഒരു 3 കാർഡുകൾ ഇട്ടിട്ടുണ്ട്. ഇത് നമ്മൾ എടുക്കുകയാണ്. ഓക്കെ, ഹാങ്ഡ് മാൻ ആണ് സെക്കൻഡ് കാർഡ്. ടെമ്പറൻസ്, ടെൻ ഓഫ് കപ്സ്. ഓക്കെ, ഈ ഒരു യൂണിവേഴ്സിലേക്ക് നിങ്ങൾ വന്നിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, നിങ്ങളുടെ ഒരു ലൈഫ് പർപ്പസ് എന്താണ് എന്നുള്ളൊരു കാര്യമാണ് നമ്മളിവിടെ നോക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് പൈല് സെലക്ട് ചെയ്തിരിക്കുന്നവർക്ക് ദ മൂൺ കാർഡാണ് നമുക്ക് മാസ്റ്റർ കാർഡായിട്ട് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് പൈല് സെലക്ട് ചെയ്തിരിക്കുന്നവർ ഈ ഒരു ലൈഫിലേക്ക് വന്നിട്ടുള്ളത് എന്തിനു വേണ്ടിയാണ്? ഫസ്റ്റ് തന്നെ നമുക്കിവിടെ ഒരു സോൾ പർപ്പസ് ആയിട്ട് നമുക്ക് കാണാനായിട്ട് വരുന്ന 2 കാര്യങ്ങളാണ്, ഗൈഡൻസും ഇൻസ്പിറേഷൻ. നിങ്ങൾ ഗൈഡൻസ് നൽകാൻ വേണ്ടിയിട്ടും മറ്റുള്ളവർക്ക് ഇൻസ്പിറേഷൻ നൽകാൻ വേണ്ടിയിട്ടുമാണ് ഇവിടെ വന്നിട്ടുള്ളത് എന്നാണ് യൂണിവേഴ്സ് നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇതിന്റെ ഒരു എക്സ്പ്ലനേഷൻ നോക്കാം നമുക്ക്. മറ്റുള്ളവർക്ക് വഴികാട്ടിയാകാനാണ് നിങ്ങളുടെ നിയോഗം. അതാണ് പൈൽ 1 സെലക്ട് ചെയ്തിരിക്കുന്നത്. ആരെങ്കിലും ഒരു പ്രതീക്ഷയും ഒന്നുമില്ലാതെ നിങ്ങളെ സമീപിക്കുകയാണെങ്കിൽ അവർക്ക് ഒരു ഗൈഡൻസ് കൊടുത്തിട്ട് അവരിൽ ഒരു ഹോപ്പ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. അതിനൊരു കഴിവ്, നിങ്ങൾക്ക് പ്രത്യേകമായ ഒരു കഴിവ് ഉണ്ട് എന്നാണ് കാണുന്നത്. ഇത്തരം ആളുകൾ മെയിനായിട്ടും ഒരു ടീച്ചിങ് ഫീൽഡിലോ അല്ലെങ്കിൽ ഒരു കൗൺസിലിംഗ് ഒക്കെ നടത്തുന്ന രീതിയിലുള്ള ഒരാളായിട്ടോ അല്ലെങ്കിൽ സ്പിരിച്വൽ മേഖലകളിൽ വർക്ക് ചെയ്യുന്നവരൊക്കെ ആയിരിക്കും കൂടുതൽ വർക്ക് ചെയ്യുക. അത്തരം മേഖലകളിലൊക്കെ നിങ്ങൾക്ക് നല്ല രീതിയിൽ കഴിവ് തെളിയിക്കാനായിട്ട് കഴിയുന്ന ഒരു വ്യക്തിയായിരിക്കും എന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു മേഖലയിലേക്കൊക്കെ പോകാം. ഇനി ഈ ഒരു മേഖലയിലൊന്നും ഇല്ലാത്ത ഒരാളാണ്, എനിക്കിപ്പോൾ ഇങ്ങനെയുള്ള കഴിവുകളുണ്ട്, ഗൈഡ് ചെയ്യാനും ഇൻസ്പിറേഷൻ കൊടുക്കാനും ഒക്കെ ഉള്ള ഒരു കഴിവുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഒരു ടീച്ചിങ്, കൗൺസിലിംഗ് ഈ ഒരു മേഖലയിലൊക്കെ നിങ്ങൾക്ക് പ്രവർത്തിക്കാവുന്നതാണ്. അവിടെ നിങ്ങൾക്ക് നല്ല രീതിയിൽ ശോഭിക്കാനായിട്ട് കഴിയും. ഓക്കെ, ഇപ്പോൾ ഇത് കൂടുതലായിട്ടും മനസ്സിലാക്കാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഞാനൊരു സ്റ്റോറിയിലൂടെ ഇവിടെ നിങ്ങളുടെ ജീവിത പർപ്പസ് നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാക്കാനായിട്ട് ഒരു സ്റ്റോറി പറയാം. അതായത് ഒരു ചെറിയ ഗ്രാമത്തിൽ രാത്രിയിൽ ലൈറ്റ് എല്ലാം ഓഫ് ആയതായിട്ട് സങ്കല്പിക്കാം. അപ്പൊ ആ ഗ്രാമത്തിൽ ഒരാളുടെ കയ്യിൽ മാത്രമേ ഒരു വിളക്കുള്ളൂ എന്ന് വിചാരിക്കാം. അപ്പൊ മറ്റുള്ളവർ പറയും, നിന്റെ വിളക്ക് കൊണ്ടുവന്ന് ഞങ്ങൾക്കൊന്ന് വഴികാട്ടു, ഞങ്ങളും സുരക്ഷിതരായിട്ട് നടക്കാം, തട്ടിയടിച്ച് വീഴാതെ എന്നുള്ള രീതിയിൽ മറ്റുള്ള ആളുകൾ പറയും. അപ്പൊ ആ വ്യക്തി ആ ഒരു കാര്യം മനസ്സിലാക്കുകയും അത് തിരിച്ചറിഞ്ഞ് അവന്റെ പർപ്പസ് സ്വന്തം വഴിയാത്ര മാത്രമല്ല മറ്റുള്ളവർക്ക് വഴി കാണിക്കുന്നത് കൂടിയാണെന്ന് അവൻ മനസ്സിലാക്കി. അങ്ങനെ അവരുടെ മനസ്സിൽ ഒരു പ്രതീക്ഷയുടെ തീ കൊളുത്താനായിട്ട് അവർക്ക് സാധിക്കും. അപ്പൊ നിങ്ങൾക്കും ഇത് സാധിക്കും എന്നൊരു സന്ദേശം കൂടി ആ ഒരു വ്യക്തിക്ക് നൽകാനായിട്ട് സാധിക്കും. അപ്പൊ ഈ ഒരു സ്റ്റോറി വഴി നിങ്ങൾക്ക് കാര്യം പെട്ടെന്ന് മനസ്സിലായി എന്ന് കരുതുന്നു. അപ്പൊ നിങ്ങളുടെ ലൈഫ് പർപ്പസ് എന്ന് പറഞ്ഞാൽ ഇൻസ്പിറേഷൻ ആൻഡ് ടീച്ചിങ്, ഗൈഡൻസ്, സ്പിരിച്വൽ ലൈറ്റ്, അതാണ് വെളിച്ചം നൽകുക എന്നതാണ്. നിങ്ങളുടെ വാക്കുകൾ, പ്രവൃത്തികളൊക്കെ വഴി നിങ്ങൾ മറ്റുള്ളവർക്ക് ഒരു വഴി ഓപ്പൺ ചെയ്ത് കൊടുക്കാനായിട്ട് സഹായിക്കുന്ന വ്യക്തികളാണ്. അതിപ്പോ നിങ്ങൾ ഏത് മേഖല, ഇപ്പൊ നിങ്ങളുടെ വർക്കിംഗ് മേഖലകൾ വേറെ ആണെങ്കിൽ കൂടിയും നിങ്ങളായിരിക്കുന്ന ആ ഒരു കൊളീഗ്സിന്റെ ഇടയ്ക്ക്
ഇപ്പൊ ആർക്കെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളോട് ചോദിച്ചില്ലെങ്കിൽ കൂടി നിങ്ങൾ ആ ഒരു കാര്യം അറിയുമ്പോൾ ഓടി ചെന്നിട്ട് നിങ്ങൾ അവരോട് ഇത് ഇങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട് കേട്ടോ, ഇതൊക്കെ ചെയ്യുവാണെങ്കിൽ നിങ്ങൾ ഇതിന് കരകയറി പോരാനായിട്ട് പറ്റും, അല്ലെങ്കിൽ ഞാൻ ചെയ്ത വഴികൾ ഇതൊക്കെയാണ്, എനിക്ക് ഇന്ന കാര്യങ്ങൾ ചെയ്തപ്പോൾ ഇതുപോലെയൊക്കെ ഒരു ഇത് വന്നു കേട്ടോ, അപ്പൊ നിങ്ങൾ ജസ്റ്റ് അതൊന്ന് ചെയ്തു നോക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട് അവരിപ്പോൾ അത് ചെയ്തില്ലെങ്കിൽ കൂടി ആ ഒരു സിറ്റുവേഷനിൽ അവർക്കൊരു ഹോപ്പ് നൽകിക്കൊണ്ട് മുന്നോട്ട് കൊണ്ടുവരാനായിട്ട് നിങ്ങളുടെ വാക്കുകൾ, നിങ്ങളുടെ പ്രവൃത്തികളൊക്കെ സാധിക്കും. ഒരു ഗൈഡൻസ് കൊടുക്കാൻ പറ്റുന്ന ഒരു വ്യക്തി തന്നെയാണ് എന്നാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് പയൽ സെലക്ട് ചെയ്തവരുടെ ജീവിത പർപ്പസ് ആയിട്ട് നമുക്കിവിടെ, ലൈഫിന്റെ പർപ്പസ് ആയിട്ട് നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. നമുക്ക് കുറച്ച് ക്ലൂസും കൂടെ ഒന്ന് എടുത്ത് നോക്കാം. റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് തരുന്ന കുറച്ച് ക്ലൂസ് നമുക്ക് എടുത്ത് നോക്കാം. ഓക്കെ, 2023 എന്ന് പറയുന്നൊരു വർഷം കിട്ടുന്നുണ്ട്. മാർച്ച് മന്ത് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ടോക്കറ്റീവ്. ഓക്കെ, എന്തായാലും നല്ല രീതിയിൽ സംസാരിക്കുന്ന ഒരു വ്യക്തി തന്നെ ആയിരിക്കും. ഈ ഒരു കഴിവ് വേണം. ഇൻസ്പിറേറ്റ് ചെയ്യണമെങ്കിലും ഗൈഡൻസ് ചെയ്യണമെങ്കിലും നമുക്ക് ഒരു നല്ല രീതിയിൽ സംസാരിക്കാനായിട്ട് കഴിവ് വേണം. ഡ്രൈവർ എന്ന് പറയുന്ന ഒരു ക്ലൂ നമുക്ക് കിട്ടുന്നുണ്ട്. നമ്പർ 8 തൃശ്ശൂർ ഡിസ്ട്രിക്റ്റ് കിട്ടുന്നു. ആർട്ടിസ്റ്റ് എന്ന് പറയുന്നൊരു ക്ലൂ കിട്ടുന്നുണ്ട്. സിംഗിങ്, ഫ്ലവേഴ്സ്, അതുപോലെ വൈറ്റ് കളർ ആയിരിക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കളറ്, പർപ്പിൾ കളർ ആയിരിക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കളറ്. ഡിസംബർ മന്ത് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. 1994 എന്ന് പറയുന്നൊരു വർഷം കിട്ടുന്നുണ്ട്. ഈഗോ എന്ന് കിട്ടുന്നുണ്ട്. ഈഗോസ്റ്റിക് ആയിട്ട് ഉള്ള ആളായിരിക്കാം ചിലപ്പോൾ. അതുപോലെ തന്നെ നമ്പർ 9 നമുക്കിവിടെ കിട്ടുന്നു. ലെറ്റർ പി കിട്ടുന്നുണ്ട്. നെയിൽ പോളിഷിനോട് ക്രേസ് ഉള്ള വ്യക്തിയാകാനുള്ള ചാൻസ് ഉണ്ട്. നമ്പർ 23 നമുക്കിവിടെ കിട്ടുന്നുണ്ട്. നവംബർ മന്ത് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. നമ്പർ 52 കിട്ടുന്നുണ്ട്. 1992 എന്ന് പറയുന്നൊരു വർഷം കിട്ടുന്നുണ്ട്. 1998 എന്ന് പറയുന്നൊരു വർഷം കിട്ടുന്നുണ്ട്. അപ്പൊ ഇത്രയും ക്ലൂസ് ആണ് ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഈ ഒരു ക്ലൂസും അതുപോലെ തന്നെ റീഡിങ്ങും ഒക്കെ നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് വഴി അറിയിക്കണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ റീഡിങ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തിട്ട് പോകണം, മറക്കാതെ സബ്സ്ക്രൈബും ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് സെക്കൻഡ് പയൽ സെലക്ട് ചെയ്തിരിക്കുന്ന ആളുകൾക്ക് വേണ്ടിയുള്ള റീഡിങ് എടുക്കാം. സെക്കൻഡ് പയൽ സെലക്ട് ചെയ്തിരിക്കുന്ന ആളുകൾക്ക് വേണ്ടിയുള്ള റീഡിങ്ങിലേക്ക് പോകാം. ഓക്കെ, നമ്മളിനി സെക്കൻഡ് പയലിൽ സെലക്ട് ചെയ്തിരിക്കുന്ന ആളുകൾക്ക് വേണ്ടിയുള്ള റീഡിംഗ് ആണ് എടുക്കുന്നത്. ഇവിടെ നിങ്ങളുടെ ലൈഫിന്റെ പർപ്പസ് എന്താണ് എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ നോക്കുന്നത്. നിങ്ങളുടെ ലൈഫിന്റെ പർപ്പസ് എന്താണ്, നിങ്ങളുടെ ലൈഫിന്റെ പർപ്പസ് എന്താണ് എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ നോക്കുന്നത്. നിങ്ങളുടെ ലൈഫിന്റെ പർപ്പസ് എന്താണ്? ഈ ഒരു ഭൂമിയിലേക്ക് നിങ്ങൾ വന്നിരിക്കുന്നതിന്റെ ഒരു ലക്ഷ്യം, എന്ത് നേടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങളെ ഇങ്ങോട്ടേക്ക് യൂണിവേഴ്സ് ആകർഷിച്ചു കൊണ്ടുവന്നിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ലൈഫിന്റെ പർപ്പസ് ആണ് നമ്മളിവിടെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. സെക്കൻഡ് ഫയൽ സെലക്ട് ചെയ്തിരിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള റീഡിംഗ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സെക്കൻഡ് ഫയൽ സെലക്ട് ചെയ്തിരിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള റീഡിംഗ്. ഓക്കെ, നമുക്ക് മാസ്റ്റർ കാർഡ് നോക്കാം. നമുക്ക് 7 ഓഫ് വാൻഡ്സ് ആണ് നമുക്കിവിടെ മാസ്റ്റർ കാർഡായിട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ സെക്കൻഡ് പയൽ സെലക്ട് ചെയ്തിരിക്കുന്ന ആളുകളുടെ ഒരു സോൾ പർപ്പസ് എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ കമ്പാഷൻ, ലവ് ആൻഡ് ഹീലിംഗ്, ഈ 3 കാര്യങ്ങളാണ്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവരോടും ഒരു സ്നേഹം ഒക്കെ തന്നെയായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ പലപ്പോഴും പറ്റിക്കപ്പെടാനുള്ള ഒരു ചാൻസ് ഇവിടെ കാണുന്നുണ്ട്. നമുക്ക് എല്ലാവരോടും സ്നേഹം കാണിക്കുമ്പോൾ എല്ലാവരും ഒരേപോലെ ആയിരിക്കണം എന്നില്ല. അപ്പം പലപ്പോഴും പറ്റിക്കപ്പെടാൻ നിന്ന് കൊടുക്കേണ്ടി വരുന്ന ഒരാളുകളായിട്ട് നമുക്കിവിടെ ഒരു എനർജി കിട്ടുന്നുണ്ട്. ഓക്കെ, ഞാൻ ജസ്റ്റ് അതിൻ്റെ കൂടെ ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ സ്നേഹമായിരിക്കും നിങ്ങളുടെ ഒരു മുഖഭാവം എന്ന് പറയുന്നത്. ഇനി നിങ്ങളെ ഉപദ്രവിച്ച വ്യക്തികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ പോലും അവരുടെ സാഹചര്യങ്ങൾ കൊണ്ടാണ് അവർക്ക് അങ്ങനെ ചെയ്യേണ്ടി വന്നത് എന്ന രീതിയിൽ ചിന്തിക്കാനും അവരോട് പോലും ക്ഷമിക്കാനുമുള്ള കഴിവുള്ളവരാണ് ഇത്തരക്കാരെന്നാണ് കാണുന്നത്. അപ്പം ഇവർക്കൊരു എംപതറ്റിക് ഹാർട്ടാണ് ഉള്ളത്. മറ്റുള്ളവർ നമ്മളിപ്പം എന്തെങ്കിലും ഒരു വളരെ കഷ്ടപ്പെടുന്ന ആളുകളെ കണ്ടു കഴിയുമ്പോൾ നമുക്കൊരു സിമ്പതി തോന്നും എന്ന് വിചാരിച്ച് നമ്മൾ അവർക്കൊന്നും ചെയ്തു കൊടുക്കുന്നില്ല. അതാണ് സിമ്പതി. എംപതറ്റിക് എന്ന് പറഞ്ഞാൽ അവരുടെ കയ്യിലുള്ള കാര്യങ്ങൾ ആ ഇല്ലാത്ത ആൾക്ക് കൊടുക്കാനും അവരെ എന്താണ് അവർക്ക് വേണ്ട സഹായം അത് ചെയ്തു കൊടുത്ത് നമ്മുടെ സമയവും സാമ്പത്തികമായ സഹായങ്ങളാണെങ്കിൽ അങ്ങനെയും എല്ലാം കൊടുക്കാനായിട്ട് ആ ഒരു വ്യക്തിക്ക് വേണ്ടി നൽകാനായിട്ട് ഉള്ള ഒരു മനസ്സുള്ള വ്യക്തികളാണ് എംപതറ്റിക് ഹാർട്ട് ആണ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ എംപതറ്റിക് ആയിട്ട്, പക്ഷെ അവർക്ക് ഒരു റിവാർഡ്സും ചെയ്യുക, ചിലപ്പോൾ അവരുടെ അടുത്ത് നിന്ന് തെറിയായിരിക്കും തിരിച്ചു കിട്ടുന്നത്, അല്ലെങ്കിൽ മോശം അനുഭവങ്ങളായിരിക്കും അവർക്ക് തിരിച്ചു കിട്ടുന്നത്. എന്തിനു നിങ്ങൾ എന്നെ സഹായിച്ചു, നിങ്ങളോട് ഞാൻ പറഞ്ഞിരുന്നു എന്നെ സഹായിക്കാൻ, അല്ലെങ്കിൽ നിങ്ങൾ എനിക്ക് വേണ്ടി നിൽക്കാനായിട്ട് ഞാൻ നിങ്ങളോട് എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്നായിരിക്കും ലാസ്റ്റ് അവരുടെ ഭാഗത്തു നിന്ന് വരുന്നൊരു ക്വസ്റ്റ്യൻ. അപ്പൊ അതുകൊണ്ട് തന്നെ എങ്കിലും പക്ഷെ ഇപ്പം നിങ്ങൾ അങ്ങനെ ഒരാളെ സഹായിച്ചെന്നിരിക്കട്ടെ, ഈ പയൽ 2 സെലക്ട് ചെയ്തിരിക്കുന്ന ആളുകളുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. നിങ്ങളിപ്പോൾ ഒരാളെ സഹായിച്ചു, അവരുടെ ഭാഗത്ത് നിങ്ങൾക്ക് മോശം ഒരു കാര്യം കിട്ടി, അവരെ നേരിട്ട് നിങ്ങളോട് ചോദിച്ചു കാണും ചിലപ്പോൾ,
നിങ്ങളോട് ഞാൻ പറഞ്ഞോ എന്നെ സഹായിക്കാൻ, അല്ലെങ്കിൽ എനിക്ക് വേണ്ടി ഇത്രയും സമയം ചെലവഴിക്കാൻ, എനിക്ക് വേണ്ടി ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങളോട് ഞാൻ പറയാം, നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കണമായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ ഒരു അനുഭവം നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം. എങ്കിൽ പോലും ഒരു പിന്നീട് ഒരു പേഴ്സണുമായിട്ട് നിങ്ങൾ കോണ്ടാക്ട് വരുമ്പോഴോ അല്ലെങ്കിൽ അവരെ സഹായിക്കേണ്ട ഒരു കാര്യം വരുമ്പോഴോ നിങ്ങൾ ആ സെയിം കാര്യം തന്നെ നിങ്ങൾ അവർക്ക് വേണ്ടി സഹായം ചെയ്യുക അല്ലെങ്കിൽ അവർക്ക് വേണ്ടി സമയം കളഞ്ഞ് നിങ്ങളുടെ സമയം നഷ്ടപ്പെടുത്തും. കാരണം നിങ്ങൾ ഈ പയൽ 2 വരുന്ന കാറ്റഗറിയിലുള്ള ആളുകളായതുകൊണ്ട് നിങ്ങൾക്കത് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് എത്ര പണി കിട്ടിയാലും നിങ്ങൾ വീണ്ടും വീണ്ടും ആ ഒരു പണികൾ വാങ്ങാനായിട്ട് നിന്നു കൊടുക്കും എന്നുള്ളതാണ്. ഓക്കെ. പിന്നെ ഫാമിലി, ഫ്രണ്ട്സ്, ഈവൻ സ്ട്രേഞ്ചർ ആണെങ്കിൽ പോലും നിങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവരോട് ഒരു ടച്ചിൽ വന്നാൽ തന്നെ അവർക്ക് ഒരു ഇമോഷണൽ കംഫോർട്ട് ലഭിക്കുക എന്നുള്ളതാണ്. അവർ ആ ഇമോഷണൽ കംഫോർട്ടൊക്കെ ലഭിച്ച് ചിലവരൊക്കെ നമുക്ക് നന്ദി പറയും അല്ലെങ്കിൽ നല്ല രീതിയിൽ സംസാരിക്കും ഒക്കെ ചെയ്യും. ചിലവർ നിങ്ങൾ ചെയ്ത കാര്യങ്ങൾ കൊണ്ടൊന്നുമല്ല, എൻ്റെ ഒരു സ്വയം പ്രയത്നം കൊണ്ടാണ് എനിക്ക് ഈ ഒരു ഉയർന്ന ഗതി വന്നിരിക്കുന്നത് എന്ന രീതിയിൽ നിങ്ങളെ തള്ളിക്കളഞ്ഞിട്ടൊക്കെ പോകും. പക്ഷെ എങ്ങനെയാണെങ്കിലും നിങ്ങളുടെ ഒരു പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് നല്ലത് വരാനായിട്ട് അവരോട് കൂടി ചേർന്ന് നിന്ന് ഒരു ഇമോഷണൽ കംഫോർട്ട് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പം നിങ്ങളുടെ സംസാര രീതിയും ശൈലിയും എല്ലാം തന്നെ മറ്റുള്ളവരുടെ ഒരു ഊൺസ് ഹീൽ ചെയ്യാനുള്ള ഒരു എനർജി പുറത്ത് വിടുന്നുണ്ട് എന്നാണ് കാണുന്നത്. അപ്പം നമ്മൾ സാധാരണ ഇങ്ങനെ പറയാറില്ലേ, എത്ര സങ്കടം ഉണ്ടായാലും അവനോട് അല്ലെങ്കിൽ അവളോടൊന്ന് 10 മിനിറ്റ് സംസാരിച്ചാൽ ഞാൻ ഓക്കെ ആകുമെന്ന് പറയുക കേട്ടിട്ടില്ല. അപ്പം എല്ലാവരോടും നമുക്ക് അങ്ങനെ തോന്നാറില്ലല്ലോ, കുറച്ച് ആളുകളോട് മാത്രമല്ല അങ്ങനെ തോന്നാറ്. അപ്പൊ ആ ഒരു രീതിയിൽപ്പെട്ട ആളുകളാണ്. തകർന്ന ഹൃദയത്തോടെയും കണ്ണീരോടും കൂടി ഒരാൾ നിങ്ങളുടെ അടുത്തേക്ക് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും വളരെ പ്രതീക്ഷയോടും സന്തോഷത്തോടും കൂടിയാകും അവർ തിരികെ പോവുക. കാരണം അത്രയും ഹൃദയസ്പർശിയായ വാക്കുകൾ കൊണ്ടും സ്പർശനവും സ്നേഹവും കൊണ്ടും ഒക്കെ അവരുടെ ജീവിതത്തിൽ വീണ്ടും നിറം പകർന്നു നൽകാനായിട്ട് യൂണിവേഴ്സായിട്ട് നിയോഗം തന്നിട്ടുള്ളവരാണ് നിങ്ങൾ എന്നുള്ളതാണ് ഈ ഒരു സെക്കൻഡ് പയൽ സെലക്ട് ചെയ്തിരിക്കുന്ന ആളുകളെ കുറിച്ച് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത് കാർഡുകളായിരുന്നു. ഓക്കെ, നമുക്ക് കുറച്ച് ക്ലൂസും കൂടെ ഒന്ന് എടുത്ത് നോക്കാം. ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിംഗ്. ഓക്കെ, ഫസ്റ്റ് ക്ലൂ നമുക്ക് വന്നിരിക്കുന്നത് 2002 എന്ന് പറയുന്ന ഒരു വർഷമാണ്. സെക്കൻഡ് ക്ലൂ മലപ്പുറം ജില്ലയാണ് നമുക്കിവിടെ കിട്ടുന്നത്. ക്രൈസ് ഓൺ വെഹിക്കിൾസ് നമുക്ക് കിട്ടുന്നുണ്ട്. നമ്പർ 5 1996 എന്ന് പറയുന്നൊരു വർഷം കിട്ടുന്നു. 2002 എന്ന് പറയുന്നൊരു വർഷം കിട്ടുന്നുണ്ട്. 1975 എന്ന് പറയുന്നൊരു വർഷം കിട്ടുന്നുണ്ട്. 2000 എന്ന് പറയുന്നൊരു വർഷവും നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഫോട്ടോഗ്രാഫി എന്ന് പറയുന്ന ഒരു ക്ലൂ കിട്ടുന്നു. അതുപോലെ ഫോളോ ന്യൂ ട്രെൻഡ്സ് ഒക്കെ ഫോളോ ചെയ്യുന്ന വ്യക്തികളായിരിക്കാം. 22 എന്ന് പറയുന്ന നമ്പർ കിട്ടുന്നുണ്ട്. സ്പിരിച്വൽ പാത്ത് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. 21 നമ്പർ കിട്ടുന്നു. അതുപോലെ 42 എന്ന് പറയുന്ന നമ്പർ കിട്ടുന്നുണ്ട്. നമ്പർ 53 നമുക്കിവിടെ കിട്ടുന്നു. അതുപോലെ തന്നെ നമ്പർ 6 ആണ് നമുക്കിവിടെ കിട്ടുന്നത്. മ്യൂസിക് ഒക്കെ അറിയാവുന്ന വ്യക്തികളായിരിക്കാം. നമ്പർ 41 എന്ന് പറയുന്ന ഒരു ക്ലൂ കിട്ടുന്നുണ്ട്. ലോയർ ആകാനുള്ള ചാൻസ് ഉണ്ട്. നമ്പർ 55 മെയ് മന്ത്, ലെറ്റർ O. 1976 എന്ന് പറയുന്നൊരു വർഷം കിട്ടുന്നുണ്ട്. ടീച്ചർ എന്ന് പറയുന്നൊരു ക്ലൂ കിട്ടുന്നു. 1996 എന്ന് പറയുന്ന വർഷവും നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത്രയും ക്ലൂസ് ആണ് ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു ക്ലൂസും അതുപോലെ തന്നെ റീഡിങ്ങും ഒക്കെ നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് വഴി അറിയിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തിട്ട് പോകാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി തേർഡ് പയൽ സെലക്ട് ചെയ്തിരിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള റീഡിംഗ് ആണ് എടുക്കുന്നത്. തേർഡ് പയൽ സെലക്ട് ചെയ്തിരിക്കുന്ന ആളുകൾക്ക് വേണ്ടിയുള്ള റീഡിങ്. ഓക്കെ, നിങ്ങൾ നല്ല പോസിറ്റീവായിട്ട് ഇരിക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ കാർഡുകൾ എടുക്കുന്ന സമയത്ത് നിങ്ങൾ നല്ല രീതിയിൽ പ്രാർത്ഥനയോട് കൂടി ഇരിക്കുക. നിങ്ങളുടെ ലൈഫിന്റെ പർപ്പസ് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഓക്കെ, തേർഡ് പയർ ലൈഫിന്റെ പർപ്പസ് എന്താണ്? ഈ ഒരു തേർഡ് പയർ സെലക്ട് ചെയ്തിരിക്കുന്ന ആളുകളുടെ ലൈഫിന്റെ പർപ്പസ് എന്താണ് എന്നുള്ളത് യൂണിവേഴ്സ് പറഞ്ഞു തന്നാലും, തേർഡ് പയർ സെലക്ട് ചെയ്തിരിക്കുന്ന ആളുകളുടെ ലൈഫിന്റെ പർപ്പസ് എന്താണ് എന്ന് യൂണിവേഴ്സ് പറഞ്ഞു തന്നാലും, തേർഡ് പയർ സെലക്ട് ചെയ്തിരിക്കുന്ന ആളുകൾക്ക് വേണ്ടിയുള്ള റീഡിംഗ് ആണ്. യൂണിവേഴ്സിലേക്ക് വരാനായിട്ട് ഉള്ള ആ ഒരു പർപ്പസ് എന്താണ് എന്നുള്ളതാണ് നമ്മളോട് നോക്കുന്നത്. യൂണിവേഴ്സിന്റെ ഭാഗത്തുനിന്നുള്ള ആ ഒരു പർപ്പസ് എന്താണ്? നിങ്ങൾ ഈ ലൈഫിലേക്ക് വരാനായിട്ട് യൂണിവേഴ്സിന്റെ ഭാഗത്തു നിന്നുള്ള പർപ്പസ് എന്താണ് എന്നതാണ് നമ്മളോട് നോക്കുന്നത്. നിങ്ങളുടെ ലൈഫിന്റെ പർപ്പസ്, ഉദ്ദേശം എന്താണ്? ദ ഹാങ്ഡ് മാൻ ആണ് നമുക്ക്, ഹാങ്ഡ് മാൻ റിവേഴ്സ് ആണ് നമുക്കിവിടെ മാസ്റ്റർ കാർഡായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതാണ് തേർഡ് പയർ സെലക്ട് ചെയ്തിരിക്കുന്നവർക്ക് വേണ്ടിയുള്ള
ഒരു സ്പ്രെഡ്. അപ്പോൾ ഈ ഒരു തേർഡ് പയൽ സെലക്ട് ചെയ്തിരിക്കുന്ന ആളുകൾ ഭൂമിയിലേക്ക് വന്നിരിക്കുന്നതിന്റെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ക്രിയേറ്റ് ചെയ്യുക, ബിൽഡ് ചെയ്യുക, ഈ രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. എന്തെങ്കിലുമൊക്കെ പുതിയതായിട്ടുള്ള കാര്യങ്ങൾ കണ്ടുപിടിക്കാനും ക്രിയേറ്റ് ചെയ്യാനും അതുപോലെ പുതിയ പുതിയ കാര്യങ്ങൾ ബിൽഡപ്പ് ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ടാണ് ഇവർക്ക് കൂടുതലും ഇത്തരം ആളുകളെ നിയോഗിച്ചിരിക്കുന്നത്. ഇത്തരക്കാർക്ക് മനസ്സിന് നല്ല ഉറപ്പുള്ള വ്യക്തികളാണ്. അതൊരു ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊന്നും വേണ്ടിയിട്ട് സെൻസിറ്റീവ് ആവോ, സങ്കടപ്പെടുകയോ, ചിരിക്കുകയോ, കരയോ, അങ്ങനെ മൃദുല വികാരങ്ങളൊന്നും ഇവരെ സംബന്ധിക്കുന്ന കാര്യമല്ല. നല്ല ബുദ്ധിയുള്ളവരുമായിരിക്കും. പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യാനും പഠിക്കാനും പഠിപ്പിക്കാനും താല്പര്യമുള്ളവരായിരിക്കും ഇവര്. അവര് അധികം സംസാരിച്ച് സമയം കളയുന്ന വ്യക്തികളല്ല. കുറച്ച് മാത്രമായിരിക്കും അവർ സംസാരിക്കുക, വളരെ കുറച്ച് മാത്രമായിരിക്കും അവർ സംസാരിക്കുക. വളരെ കുറച്ച് മാത്രം സംസാരിക്കുമെങ്കിലും ആ സംസാരിക്കുന്നതെല്ലാം തന്നെ വളരെ ഗൗരവത്തിലും അതുപോലെ തന്നെ ഗൗരവ സ്വഭാവമുള്ള കാര്യങ്ങളായിരിക്കും, അർത്ഥമുള്ള കാര്യങ്ങളുമായിരിക്കും പറയുക. അപ്പം ഇത്തരത്തിലുള്ളവരുടെ സംസാരം കേൾക്കുമ്പോൾ പല ആളുകൾക്കും അതിലൊരു കഴമ്പും ഇല്ല എന്ന് തോന്നും, അല്ലെങ്കിൽ ഇത് എന്ത് പൊട്ടവർത്താനമാണ് പറയുന്നത് എന്ന് തോന്നുമെങ്കിലും പിന്നീട് അവരുടെ പ്രവൃത്തികൾ കൊണ്ട് അവരത് തെളിയിക്കും, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ അർത്ഥവത്തായ കാര്യങ്ങളായിരുന്നു എന്നുള്ളത്. കാരണം നിങ്ങളുടെ ലൈഫ് പർപ്പസ് എന്തെങ്കിലും ഒക്കെ ബിൽഡ് ചെയ്യുക, ക്രിയേറ്റ് ചെയ്യുക എന്നതൊക്കെ തന്നെയാണ്. ഇത്തരക്കാരിൽ കൂടുതൽ പേരും കലാപരമായ കഴിവുകളുള്ളവരോ അല്ലെങ്കിൽ നോവൽ എഴുതുന്നവരോ ബിസിനസ് രംഗത്ത് നല്ല തിളങ്ങി നിൽക്കുന്നവരോ അങ്ങനെ എന്തെങ്കിലും ഒരു പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്തുന്നവരൊക്കെ ആകാനുള്ള ചാൻസ് ഉണ്ട്. ഈ ഒരു വ്യക്തി ഈ ലോകത്തിൽ നിന്ന് പോയതിനു ശേഷം മാത്രമായിരിക്കും കൂടുതലായും ലോകം നിങ്ങളെയും നിങ്ങളുടെ ക്രിയേഷനെയും ഓർക്കുക എന്നതാണ് ഇവിടെ നമുക്ക് മെയിൻ ആയിട്ട് കിട്ടുന്ന ഒരു ഇത്. അപ്പോൾ ഇതാണ് തേർഡ് പയൽ സെലക്ട് ചെയ്തിരിക്കുന്നവർക്ക് വേണ്ടിയുള്ള റീഡിങ്. നിങ്ങൾ പുതിയതായിട്ട് ക്രിയേറ്റിവിറ്റി കണ്ടുപിടിക്കുകയാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ ഒരു ബിസിനസ്മാൻ ആണ് അല്ലെങ്കിൽ ഒരു ബിസിനസ് ചെയ്യാനായിട്ട് ആഗ്രഹമുള്ള വ്യക്തികളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ സ്വന്തമായി ആലോചിച്ച് കണ്ടുപിടിക്കാനുള്ള കാപ്പബിലിറ്റി നിങ്ങൾക്കുണ്ട്. അപ്പോൾ നിങ്ങൾ ക്രിയേറ്റീവായ കാര്യങ്ങൾ കണ്ടുപിടിച്ച് അതിന് ഒരു ബിസിനസ് നടത്തുകയാണെങ്കിൽ നിങ്ങൾ ഉയർന്ന നിലയിൽ എത്തിച്ചേരാനുള്ള ഒരു യോഗ്യത ഉള്ള വ്യക്തികളാണ് എന്ന് കാണുന്നു. അതുപോലെ ചെറിയ രീതിയിൽ നിങ്ങൾക്കൊരു പാഷനായിട്ടുള്ള എന്തെങ്കിലും കലാപരമായ കാര്യങ്ങളുണ്ടെങ്കിൽ ആ ഒരു കാര്യങ്ങൾക്ക് വേണ്ടി കൂടുതൽ സമയം ചെലവഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കാനും നല്ല ഉയർന്ന നിലയിലേക്ക് പോകാനും സാധിക്കുമെന്ന് കാണുന്നുണ്ട്. പിന്നെ നോവൽസ്, ചെറിയ കഥകളൊക്കെ എഴുതുന്ന ആളുകളെ നിങ്ങൾ ബുക്സ് ഒക്കെ എഴുതാനായിട്ട് പരിശ്രമിക്കുക. നിങ്ങൾക്ക് അതിനുള്ള ഒരു കഴിവുണ്ട്, അതാണ് നിങ്ങളുടെ പർപ്പസ് എന്ന് നിങ്ങൾ തിരിച്ചറിയുക. പുതിയ കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യാനും ബിൽഡ് ചെയ്യാനും വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത്. ഇതാണ് നിങ്ങളുടെ ലൈഫിന്റെ ഒരു പർപ്പസ് ആയിട്ട് നമുക്ക് കാണാനായിട്ട് വരുന്നത്. അപ്പോൾ ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കുറച്ച് ക്ലൂസ് നമുക്ക് നൽകാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്ലൂ നമുക്ക് വരുന്നത് 1984 എന്ന് പറയുന്ന ഒരു വർഷമാണ്. സെക്കൻഡ് ക്ലൂ ലോങ് ഹെയർ ഒക്കെ നീട്ടി വളർത്തുന്ന വ്യക്തികളാകാനുള്ള ചാൻസ് ഉണ്ട്. 2 months എന്ന് പറയുന്നൊരു പോസിബിലിറ്റി വരുന്നു. ജൂലൈ മന്ത് നമുക്കിവിടെ വരുന്നുണ്ട്. അതുപോലെ 1992 എന്ന് പറയുന്ന വർഷം വരുന്നു. ഒക്ടോബർ മന്ത് നമുക്ക് വരുന്നുണ്ട്. എറണാകുളം ജില്ല നമുക്ക് കിട്ടുന്നുണ്ട്. നമ്പർ 13 ഇവിടെ കിട്ടുന്നുണ്ട്. ലെറ്റർ എഫ് നമുക്ക് കിട്ടുന്നുണ്ട്. ഫിസിക്കൽ ഫിറ്റ്നസ് 2 days എന്ന് പറയുന്നൊരു പോസിബിലിറ്റി നമുക്ക് വരുന്നുണ്ട്. ചാരിറ്റി ചെയ്യാനൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകളായിരിക്കാം. ലെറ്റർ എം നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ കണ്ണൂർ ജില്ല, ഡാൻസ്, letter X, childish, letter N, number 1, number 25, number 50, number 54, number 29. വൈറ്റ് ബട്ടർഫ്ലൈസ് ഒക്കെ ഈ ഒരു സമയത്ത് നിങ്ങൾ കാണുന്നുണ്ടാകാം. നിങ്ങളുടെ ലൈഫ് പർപ്പസിന് വേണ്ടിയിട്ട് നിങ്ങൾ മുന്നോട്ടേക്ക് പുതിയ പുതിയ മാറ്റങ്ങളിലേക്ക് പോകേണ്ടിയിരിക്കുന്നു എന്നുള്ളൊരു സയൻസ് ആണ് വൈറ്റ് ബട്ടർഫ്ലൈസ് കാണുന്നുണ്ടെങ്കിൽ. 1978, 1979. അപ്പോൾ ഇത്ര ക്ലൂസ് ആണ് ഈ റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പയൽ 1, 2, 3 ഇതിൽ ഏത് പയലാണ് നിങ്ങൾക്ക് കൂടുതലായിട്ട് റെസിനേറ്റ് ചെയ്തത്, അല്ലെങ്കിൽ നിങ്ങൾ ഏത് പയലാണ് സെലക്ട് ചെയ്തത്, അതിൽ നിന്ന് നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് സാധിച്ചു, ഈ ഒരു കാര്യങ്ങളൊക്കെ കമൻറ്റ് വഴി അറിയിക്കാനായിട്ട് പരമാവധി ശ്രമിക്കുക. അതുപോലെ തന്നെ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ഇതുപോലെയുള്ള വെറൈറ്റി റീഡിങ്ങുകളുമായിട്ട് ഇനിയും നമുക്ക് കണ്ടുമുട്ടാം. താങ്ക് യു ഫോർ വാച്ചിങ്.